എന്നോട് ഉമ്മമ്മ ചോദിക്കുകയാണേ അമ്മായി നുള്ളിയോ നേരെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ ജാന്ന് പറയണ എന്നോട് പറഞ്ഞ് പിന്നെ വാരിക്കൊക്കെ നുള്ളിക്കണെന്നുള്ളത്. ഞങ്ങൾ ഇവിടെ നിക്കണ ഇഷ്ടമല്ലെങ്കിലേ ഞങ്ങൾ പൊയ്ക്കോളാം. വല്ലാതെ അങ്ങോട്ട് തുളുമ്പട്ടെ ഈ പെരേലി. ഇന്റെ കുട്ടിയും ഇന്റെ പേരക്കുട്ടിയും കഴിഞ്ഞിട്ടുള്ളു നിങ്ങൾക്കൊക്കെ ഇവിടെ എന്തോ അമ്മായി നുള്ളിക്കണ. പിന്നെ അമ്മായിയൊന്നും കാട്ടിയിട്ടില്ല. ഇമ്മ നുള്ളീന്ന് പറഞ്ഞതാണ്, നുള്ളീന്ന് പറയാൻ പറഞ്ഞതാണ്. അമ്മായി ഒന്നും കാട്ടിയിട്ടില്ല, നുള്ളീന്ന് പറയാൻ പറഞ്ഞതാണ്. നമ്മളെ ഈ കളിന്ന് മാറ്റി കൊടുക്കും. ഇമ്മ ഇമ്മ കുഞ്ഞോളെ കുഞ്ഞോളെ ഇമ്മ വലിയൊരു കള്ളത്തരും കാട്ടിക്കൊണ്ട് ഒന്നും അറിയാത്ത പോലെ ഷെരീഫാത്താക്ക് ചീത്തയും കളിപ്പിച്ചുകൊണ്ട് നിൽക്കാണ് കള്ളത്തി. കുഞ്ഞോളെ ഇമ്മ എന്തിനാ ഈ പെണ്ണിങ്ങനെ വിളിച്ച് പോകണത്? മനുഷ്യൻ കുളിക്കാൻ നിൽക്കിയ നേരം പെട്ട് വയ്ക്കണം. എന്തിനാ ഷെറിയെ ഇങ്ങനെ വിളിച്ച് കൂവണത്? അന്റെ ഷെരീഫാക്ക് വക്കാലത്ത് പറയാനാണെന്നുണ്ടെങ്കിലേ ഇക്ക് കേൾക്കണം എന്നില്ല. അതമ്മ ഷെരീഫാത്താന്റെ വക്കാലത്ത് പറയാൻ തന്നെയാണ് വന്നിക്കുന്നത്. ഷെരീഫാത്താനെ പോലെ തന്നെ ഞാൻ ഈ പെരയിലെ ഒരു മരിയോൾ തന്നെയാണ്. ഷെറി എന്തിനാ മാനെങ്ങനെ വിളിക്കണത്? കുഞ്ഞോളെ വിളിക്ക്. നിങ്ങളെ കുഞ്ഞോളെ കള്ളത്തരും കേട്ടുകാണ്ടേ എന്തൊക്കെയാണ് ഷെരീഫാത്താനെന്ന് പറഞ്ഞു കൂട്ടിയത്? ഷെറി ഞാൻ എന്ത് കള്ളത്തരം പറഞ്ഞാ നീ പറയണത്? ആങ്ങളാറ് പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിലേ അവരെ നിലക്ക് നിൽക്കാ വേണ്ടത്, അല്ലാതെ ഇവിടെ കിടന്നിട്ടേ വലിയ ആളാൻ വേണ്ടിയിട്ടേ നോക്കല്ല വേണ്ടത്. ഷെറിയെ ഇന്റെ ആളെ എന്താച്ച കാര്യങ്ങൾ തൊള്ള തുറന്ന് പറയും. ഇമ്മാക്കേ നേരം വെക്കുന്നുണ്ട്, ലോറിപ്പ കളാവോ അല്ലെങ്കിലോ ഇന്ന് കുളിക്കാൻ നേരം വെക്കിക്കണ്. ഇത് അവരെ വിളിക്ക് ഇവരെ വിളിക്ക് അങ്ങോട്ട് വിളിക്ക് ഇങ്ങോട്ട് വിളിക്ക് അങ്ങോട്ട് മുക്കി മൂറി ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. തൊള്ള തുറന്ന് കാര്യം എന്താച്ച അങ്ങോട്ട് പറയും. ഇമ്മ കുഞ്ഞോള് നിങ്ങളോട് വന്നിട്ട് പറഞ്ഞില്ലേ ബിലുമോനെ ഷെരീഫാത്ത പിച്ചീക്കണെന്നുള്ളത്? അത് വെറും പച്ച കള്ളാണ്. ബിലുമോനെ ഷെരീഫാത്ത ഒന്നും കാട്ടിയിട്ടില്ല. ഇതാ ഷെറിയ നിങ്ങൾ ഇളച്ചും മൂത്തച്ചും കൂടിയേ ഓരോ കള്ളത്തരം ഉണ്ടാക്കിയാണ്ടേ ഇന്നെ കളിയാക്കാൻ നോക്കണ്ടട്ടോ. കുഞ്ഞോളെ ഞാൻ അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞാണ്ടേ ഇന്ന് വരായിട്ട് ഒരാളെയും കളിയാക്കിയിട്ടില്ല അന്നെ പോലെ. ഇമ്മ ഞാൻ ബിലുമോനോട് ചോദിച്ചു, അവൻ പറഞ്ഞതേ ഇന്നെ ആരും കാട്ടിയിട്ടില്ല എന്നാണ്. ഇവളുണ്ടല്ലോ ആ കുട്ടിനെ കൊണ്ടേ പറയിപ്പിച്ചതാണ്. ഇമ്മ വന്ന് ചോദിക്കാന്നുണ്ടെങ്കിലേ അമ്മായി കാട്ടിന്നുള്ളതേ പറഞ്ഞാണ്ടിന്നുള്ളതേ ആ കുട്ടിനെ കൊണ്ടേ ഇവള് പറയിപ്പിച്ചതാണ്. ഓ ബിലുവിനെ കൊണ്ട് ഇവളെ എല്ലാതും പറയിപ്പിച്ചെന്നാ തോന്നണത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരിടയിൽ ഇപ്പൊ എങ്ങനെ പിടിച്ച് നിക്കുക തന്നെ? കുഞ്ഞോളെ ഇഞ്ഞിത് മേലാൾക്ക് ആവർത്തിക്കാൻ നിൽക്കരുതിട്ടാ. ചെറിയ കുട്ടികളെ കൊണ്ടേ ഇങ്ങനൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. ഇത് പറയാനപ്പോ ഇന്നെ വിളിച്ചെത്തിയത്. ഞാനും കരുതി എന്ത് ആനക്കാരിയാണാവുന്ന അന്റെ വിളിച്ചു കൂവല് കണ്ടപ്പോള്. കുഞ്ഞോളെ ഇനി ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുതിട്ടാ. മനുഷ്യന് നേരെ വെക്കുന്നുണ്ട്, പോയി കുളിക്കട്ടെ. വിളിയും തെളിയും കേട്ടപ്പോ ഞാനും കരുതി എന്താ ആനക്കാരിയാണാവുന്നുള്ളത്. മൂത്തച്ചിക്ക് വക്കാലത്തിട്ട് വന്ന് കൈ ഇളച്ചി. ആ തള്ളി മകളും കൂടി ഒത്തിട്ടുള്ള പരിപാടിയാണ്. പിന്നെ എങ്ങനെ നേരാവാനായി കൂടുമ്പോ ആദ്യം തള്ള നന്നാവണം, എന്നല്ലേ മകള് നന്നാവുള്ളൂ. രണ്ടും കണക്കാണ്. ശരിയേ മതിയായില്ലേ? ഇനി വാ ഞാനൊരു കാര്യം പറയട്ടെ, വാ.
ഈ എന്തിനാ ഷെറിയെ ഉമ്മാനോട് പോയി ചോദിക്കാൻ പോയത്? ചോദിച്ചിട്ട് ഇപ്പോളേ എന്ത് കാര്യം ഉണ്ടായത്? ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലേ അവൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യൂലത്തെ ഈ പെരൻ്റെ ഉള്ളില്. എടി നമ്മളിപ്പോൾ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അവർ ഉമ്മയും മോളുമാണ്. മകള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഇമ്മ കൂട്ട് നിൽക്കന്നെ ചെയ്യുള്ളൂ. കാരണം എന്താണെന്നറിയോ? നമ്മൾ വന്നു കയറിയ മരുമക്കളും അത് ഉമ്മയും മോളുമാണ്. ഇമ്മാക്കിപ്പോൾ നമ്മളെ മുന്നിലിട്ടുങ്ങാണ്ടേ അവളെ കാട്ടാൻ പറ്റൂലല്ലേ, ചീത്തയും പറയില്ല. ഈ വെറുതെയാണ്, വേണ്ടിന്നില്ലത്. എന്നാലും നമ്മളമ്മേ ഇങ്ങനെ ചെയ്യുന്നുള്ളതേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല താത്ത. ഞാനിങ്ങനെ വന്ന് പറയുമ്പോഴേ കുഞ്ഞോളെ എന്തെങ്കിലും ഉമ്മ ചീത്ത പറയുന്ന ഞാൻ കരുതിയത്. ഇമ്മ എന്താ ചോദിച്ചേ? ഇതാണ് ഇപ്പൊ ഇത്ര വലിയ ആനക്കാര്യം എന്നുള്ളത്. ഇമ്മാക്ക് അത് വലിയ ആനക്കാര്യം ആവൂല, ഞമ്മക്കത് ആനക്കാര്യം തന്നെയാണ്. ഇന്നിപ്പോ അവളെ ഇങ്ങനെ ഒരു കള്ളത്തരത്തിന് തുന്നി നാളെ നമ്മളെ പറ്റിങ്ങാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കും. ഇന്ന് ഷെരീഫാത്ത എഴുന്നുണ്ടെങ്കിൽ നാളെ ഞാനാവും. അത്ര തന്നെയുള്ള ഒരു വ്യത്യാസം. പക്ഷെ ആ കുട്ടിനെ കൊണ്ട് ഓൾ ഇങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ കുട്ടിനോട് ഞാൻ പറഞ്ഞേ മുട്ടായി തരാം, എന്നോട് പറയേ ഷെരീഫമ്മായി കാട്ടിക്കണോന്ന് ചോദിച്ചു. ആ കുട്ടി എടുത്തേക്ക് പറഞ്ഞത് എന്താണെന്ന് അറിയുന്നെ കാട്ടിയിട്ടില്ല എന്നുള്ളത്. ഈ ചെറുപ്രായത്തിലെ തന്നെ ആ കുട്ടിനെ കൊണ്ട് അവൾ ഇങ്ങനെ കള്ളത്തരം ചെയ്യിപ്പിച്ചാലാ? 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതിന് മാത്രം വലിയ പ്രായം ആ കുട്ടിക്ക് ആയിട്ടില്ലല്ലോ. ഇവള് പറഞ്ഞു കൊടുക്കണതല്ലേ കേട്ട് വളരുള്ള ആ കുട്ടി. ഇത്ര ഒരു ബുദ്ധിയില്ലാത്ത സാധനം അവളായിട്ടുണ്ടെങ്കിലോ അവൾക്ക് എന്താ ഇത്ര ശത്രുത നമ്മളോട്? അവൾക്കിപ്പോൾ നമ്മളോട് എന്ത് ശത്രുത ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളാണുങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ. പിന്നെ 8 വയസ്സായ കുട്ടീൻ്റെ കാര്യം അവൾക്കും കൂടി ബോധം വേണം. അവളെ കുട്ടി നല്ലപോലെ വളരണമെന്നും കള്ളത്തരം പറഞ്ഞു കൊടുത്ത് വളർത്താൻ പാടില്ല എന്നുള്ള ബോധം അവൾക്കും വേണം. ഒരു നേരത്തെ സുഖത്തിനും വേണ്ടിയിട്ടേ അവൾ ഈ ചെയ്യുന്നതേ നാളെ അവൾക്ക് തന്നെ തിരിച്ചടി ആവും എന്നുള്ളത് അവൾക്കത് അറിയണില്ലല്ലോ. എടി ഈ പറഞ്ഞമാരിക്ക് ഞാൻ എല്ലാതും കേട്ട് നിൽക്കല്ലേടി. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നിൽക്കണം. പിന്നെ കുറേ നമ്മൾ സഹി കേട്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ പ്രതികരിക്കൂലേ? അങ്ങനെ ഒരു പ്രതികരണ ശേഷി എനിക്കുണ്ട്. ഈ പറഞ്ഞമാതിരി അത്ര പച്ച പാവായിട്ടല്ല ഇക്കാൻ ആലോചിച്ചിട്ടാടി. ആളാകെ 3 മാസത്തെ ലീവിനാണ് വന്നിക്കുന്നത്. ഈ വന്നിട്ട് അവളെ പ്രശ്നം കൂടി നമ്മൾ ഇക്കാൻ്റെ തലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരു ഇതന്നെയല്ലേ? എന്താ പറയൽ, ഇത്രയും കാലം അന്യനാട്ടിൽ പണിയെടുത്ത് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ നിൽക്കാനും ഇരിക്കാനൊന്നും ഒരു സുഖമില്ല, കുടിക്കണ വെള്ളത്തിലൊരു സുഖമില്ല എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒരു വെറുപ്പ് അവർക്ക് ഉണ്ടാക്കി കണ്ടല്ല. അതാ പിന്നെ ഞാൻ വല്ലാതെ മുണ്ടാനും ഒരു പ്രശ്നത്തിന് നിൽക്കാത്തത്. നമ്മൾ വന്നു കയറി മരിക്കളൊക്കെ തന്നെയാണ് താത്ത. നമ്മൾ ജീവിക്കാനുള്ളത് ഇവിടെ തന്നെയാണ്. നമ്മൾ ഒരു പ്രായം കഴിയണ വരെ നമ്മളെ വീട്ടിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാൻ്റെ വീട്ടിൽ തന്നെയാണ്. നമ്മളെ വീടും കുടുംബവും എല്ലാം നമുക്ക് പിന്നെ ഉള്ളത് ഈ വീടാണ്. ഇതിൻ്റെ അപ്പുറം നമുക്കൊരു ലോകമില്ലല്ലോ. നമ്മളെ വീട്ടിൽ ചെന്നാലും നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. നമ്മൾ വന്നു കയറി മരിക്കളാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ നമ്മളിട്ട് ദ്രോഹിക്കണം. അതിൻ്റെ ആവശ്യമില്ലല്ലോ താത്ത. സാരമില്ല, ഈ അത് വീട്. എനിക്കറിയാം എനിക്ക് വിഷമം കൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ളത്. പക്ഷെ സഹിക്കല്ലാതെ മാർഗമില്ലല്ല. നമ്മളിവിടെ വന്നു കയറി മരുമക്കളാണ്. നമുക്കൊന്നും പറയാനും അധികാരമില്ല. അതങ്ങനെയാണ്. നമ്മളങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നല്ലല്ലോ കണ്ട്. നമ്മളവരെ മക്കൾ കെട്ടിക്കൊടുന്നത് തന്നെയല്ലേ. എനിക്ക് നല്ലോ സങ്കടം ഉണ്ട് കുഞ്ഞോളെ അങ്ങനെ ചെയ്തേല്. നിങ്ങൾ എങ്ങനെ താത്ത ഇതൊക്കെ മനസ്സിൽ കൊണ്ടടക്കണത്? ഇക്കുങ്ങളോടെ ആകെപ്പാടുള്ള ഒരു ദേഷ്യം എന്താണെന്നറിയാം. ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് പ്രതികരിക്കൂല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കന്നെ വേണം താത്ത. അത് ഇമ്മ ആയാലും നമ്മളെ മാപ്പിളാരായാലും നാത്തുമാരായാലും ആരായാലും നമ്മൾ ചെയ്യാത്ത തെറ്റിനെ എല്ലേതും അങ്ങോട്ട് ഏറ്റെടുക്കരുത്. പക്ഷെ നിങ്ങൾ നോക്കിക്കോളി, ആ പെണ്ണിനെ ഞാൻ ഇവിടുന്ന് തുരുത്തു. ആ പെണ്ണെ ഇവിടെ രണ്ടും കൽപ്പിച്ച് വന്നു കൂടിയതാണ്, കെട്ടിച്ചോടത്ത് നിൽക്കാതെ. എങ്ങനെയാണ് അതിൻ്റെ അമ്മായിമ്മ അതിനെ സഹിക്കണത്? ശരിയാ, ഇനി വെറുതെ ഓരോ പ്രശ്നത്തിന് നിൽക്കണ്ട. ആ പെണ്ണിൻ്റെ വൈക്ക് വിട്ടാണ്ട് അവൾ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ നേരത്തെ ഉമ്മ പറയുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ ബിലുമോൻ്റെ പ്രശ്നത്തിന് ഞാൻ ഒന്നുപോലും അറിഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇമ്മ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത്, വീട് മാറി പോവാൻ. അഥവാ ഞങ്ങൾ വീട് മാറി പോകാൻ വേണ്ടിക്കാണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ പറയും, ഓ ഈ അതിനായിട്ട് ഇപ്പോൾ നിൽക്കുക, നിന്റെ തൊള്ളേന്ന് വികാൻ വേണ്ടി കാത്തിക്കുകയെന്നറിയും. വേണ്ടടി, ഈ കോഴിക്കളെ രാവിലെ കൂട്ടുന്ന് വിട്ടുണ്ടെങ്കിൽ ഒരു പോക്ക് അങ്ങോട്ട് പോവും. കോഴിക്കൾ എവിടേക്കാണ് അവൻ പോണത്? മുടൊക്കെ എവിടെയാണ് കൊണ്ടുപോയിടുന്നത് ആര് കണ്ടു? ആക്കൾക്ക് നല്ല ശേലാണ്. ഞാൻ വെറുതെയാണ് കോഴിക്കളെ വളർത്തുന്നത്. ഒരു മുട പോയിട്ട് ഒന്നും കിട്ടണില്ല.
ബ 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 ബ. എന്ത് ബബ്ബ? ഞാൻ വെറുതെ ബബ്ബാന്ന് അടിക്കാന്നല്ലാതെ കോഴിക്കളെ ഈ വൈക്ക് കാണുന്നില്ല. വൈകുന്നേരം മുളയാനാവുമ്പോണ്ട് എത്തും. ആമിനാത്ത, കുളിയൊക്കെ കഴിഞ്ഞാ? എല്ലാരും വൈകുന്നേരമാണ് കോഴിക്കളെ കൂട്ടിലാക്കല്. നിങ്ങൾ ഈ നട്ടുച്ചക്കന്നെ കോഴിക്കളെ കൂട്ടിലാക്കണ്ട? ആടി, കുളിയൊക്കെ കഴിഞ്ഞ്. ഇന്റെ പൊന്നാര മോളെ, ആകെ 2-3 കോഴിക്കളേ ഉള്ളു. ആ കോഴിക്കള് രാവിലെ കൂട്ടുന്നാണ്ട് പുറത്തേക്ക് വിട്ടുണ്ടേ ഒരു പോക്ക് അങ്ങോട്ട് പോവും. പിന്നെ ഓരോ വൈക്ക് ഇങ്ങോട്ട് കാണൂല. മുളയാ നേരത്താണ് ഓരങ്ങോട്ട് കാണുള്ളൂ. ഈ മുടൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് ഇടണെന്ന് ആര് കണ്ട്? ഞാൻ വെറുതെയാണ് എന്റെ കോഴിക്കളെ വളർത്തുന്നത്. അല്ലടി ആസിയ, ഇജിപ്പോ എവിടുക്കാ ഈ പോണത് നട്ടുച്ചക്ക്? അപ്പൊ നിങ്ങൾ അതൊന്നും അറിഞ്ഞിട്ടില്ലേ? നമ്മള് റുക്കിയാത്താനെ ആശുപത്രിയിൽ നിന്ന് കൊടുന്നിക്കണാലാ. ഞാനേ കാണാൻ വേണ്ടി പോവായിന്ന്. ഇനിയിപ്പോ നേരെ ഇറുടാകുമ്പോത്തിനെ പോയി കണ്ടു വരട്ടി വെച്ചിട്ടാണ്. വൈകുന്നേരം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ ആവുമല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മഴ എങ്ങനെ കറക്കണത്? നിങ്ങളുണ്ടാ? ആ തന്നെ. ഇന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ മളെ. അവിടെ ഒക്കെടി ഞാനുണ്ട്. ഞാനേ ഈ മുണ്ടൊന്ന് മാറ്റട്ടെ ട്ടാ. അവിടെ നിക്ക്, ഇപ്പൊ വരാം. നിങ്ങൾ ഷാള് മാറ്റിയിട്ട് വരും, ഞാൻ അവിടെ ഒക്കെ. ആസി പറഞ്ഞത് നന്നായി. അല്ല ഇപ്പൊ ആരെ അറിയാനാണ് ആശുപത്രിയിൽ നിന്ന് കൊടുന്നത്? മുണ്ടൊന്ന് മാറ്റട്ടെ. ഷെരീഫ, അമ്മ. ഇമ്മേ റുക്യാത്താടെ ഒന്ന് പോയിട്ട് വരട്ടാ. റുക്യാത്താനെ ആശുപത്രിയിൽ നിന്ന് കൊടുന്നിക്കണാല ഡിസ്ചാർജ് ആക്കി. ആസിയാത്ത ഉണ്ട് അങ്ങോട്ട് പോണ്. അപ്പൊ ഞാൻ നോളെ കൂടെ അങ്ങോട്ട് പോട്ടെ. പോയിട്ട് വരട്ടോ. പിന്നെ കുറച്ച് പതുക്കെ പറഞ്ഞിട്ടാ. ഇവിടെ ഉറക്ക പറഞ്ഞിട്ട് തന്നെ ആർക്കും ഒരു കുന്തില്ല. എന്നിട്ട് അപ്പൊ ഇനിയിപ്പോ പതുക്കെ പറഞ്ഞിട്ട് ഇതൊന്ന് പൊയ്ക്കാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ പേടിക്കണത്? ഇത്തവിടെ ഇങ്ങനെ കാത്തിരുന്നോളി. കുറെ കഴിഞ്ഞാലേ എല്ലാ കാര്യങ്ങളും ഉമ്മ മനസ്സിലാക്കും പറഞ്ഞിട്ട്. അപ്പോത്തിനെ കാലം കുറെ ആവും. ഇത്താനെ പോലെ ക്ഷമിച്ച് നിൽക്കാനൊന്നേ ഈ ചെറിക്ക് പറ്റൂല. ഇത്ത നോക്കിക്കോളി, അവളെ ഞാൻ ഇവിടുന്ന് തുരുത്തും. അത് 16ന്റെ പൂട്ട് പൂട്ടിയിട്ട് തന്നെ അവളെ ഞാൻ ഇവിടുന്ന് തുരുത്തും. എനിക്ക് അത്രക്ക് ദേഷ്യം ഉണ്ടാവും പെണ്ണിനോട്. നിങ്ങളിങ്ങനെ പണ്ടത്തെ സീരിയലത്തെ നടിമാരന്മാരിക്കേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ കരഞ്ഞു പീഞ്ഞിങ്ങാണ്ട് ഈ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നോളി. ആ പെണ്ണും ഇനി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സഹിച്ചു നിന്നോളി. എല്ലാന്ന് ഞാൻ അത്രയും മെനക്കെട്ടിട്ടെ ആ കുട്ടിന്റെ തൊള്ളേന്ന് സത്യം തെളിപ്പിച്ചിങ്ങാണ്ട് ഇമ്മാനോട് വന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത്തമ്മാനോട് ഒന്നും പറഞ്ഞില്ല. അപ്പോഴും ചിരിച്ചവിടെ നിന്ന്. അതിനെന്നെ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇത് ദേഷ്യം വരികയാണ്. സ്വന്തം ഇത്താനെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ പഞ്ചപാവാവില്ലേ? കാതൽ വന്നത് കണ്ണി. എന്താ മെസ്സേജ്? ഇക്കാണല്ല, നീ എന്നാ ഇങ്ങോട്ട് വരുന്നത്? ഓ, ഇപ്പൊ തന്നെ നോക്കണ്ട. നീലട്ടിക്ക് കണ്ടിട്ടുണ്ടേ വിചാരിക്കുക ഞാൻ നോക്കിയിരിക്കണെന്നുള്ളത്. വൈകുന്നേരം വിളിക്കുമ്പോൾ പറയും കണ്ടിട്ടില്ല. ഞാൻ പോണില്ല ഇപ്പൊ തന്നെ. ഈ കാക്കാണ്ട് ഗൾഫ് പോയിക്കൂടെ? നീ എന്നൊക്കെ ഇവിടെ വന്ന് നിൽക്കാം. അതാണ് ഈ ഗൾഫിലും പോകില്ല. കൂട്ടുകാരന്മാരെ വെച്ചിട്ട് നടക്കും. ആ കുഞ്ഞോളെ ഇപ്പോഴും ഈ കെടുക്കന്നെയാണ്. ഇപ്പോഴും കുളിച്ചിട്ടൊന്നും ഇല്ലേ? ബിലി ആണെങ്കിൽ അതാ പുറത്ത് കളിക്കണ്. അതിനങ്ങോട്ട് അകത്ത് കയറ്റിട്ട് അതിനൊന്ന് കുളിപ്പിച്ചെടുത്തോക്ക്. ഞാൻ കുളിപ്പിച്ചോണ്ട്. അല്ല താത്ത, ഷാഫിക്ക് എവിടേക്കാ പോയത്? ഇക്ക ഇവിടുന്ന് രാവിലെ പോയതാണല്ല. നിങ്ങൾ രണ്ടാളൊന്നും എവിടേക്കാലും പോണ്ട. അറിഞ്ഞിട്ട് ഇപ്പം എനിക്ക് എന്ത് കാര്യമാണ് കുഞ്ഞോളെ? ഞാനും കാക്കിയും കൂടി പുറത്തേക്ക് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എവിടേക്കാണ് എന്തിനാന്ന് അറിഞ്ഞിട്ടേ അനക്കെന്തിനാണ്? അടുത്ത പ്രശ്നേ ഇമ്മാനോട് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടേ പെരയിൽ തുടക്കം വെക്കാനാ.
കുഞ്ഞോളെ എൻ്റെ ബുദ്ധി ഇല്ലായോണ്ടാണോ അറിവില്ലായ്മോണ്ടാണെന്ന് അറിയില്ല. എന്തായാലേ ഈ ഇന്ന് ഈ ചെയ്ത കാര്യം ഉണ്ടല്ലോ, അത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. അത് ഇനി ആവർത്തിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആവർത്തിക്കാന്നുണ്ടെങ്കിലേ ഇത്രയും കാലം കണ്ടേ ഷെരീഫാത്താനാവൂല ഈ ഇനി കാണല്. കഴിഞ്ഞത് ഏതാലേ കഴിഞ്ഞില്ലേ. ഈ ഇപ്പൊ ചെന്നിട്ടേ ആ ചെക്കനെ കുളിപ്പിക്കാൻ നോക്ക്. കുറെ നേരമായി അത് പൊടിയിലും മണ്ണിലും കളിക്കണ്. ഈ അതിന് വല്ല അസുഖം വരുത്തിയേക്കാൻ നിൽക്കണ്ട. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഒരു വലിയ ആള് വന്നിക്കണം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവൾ ഉണ്ടാക്കുന്നത്. ഇവളെക്കാട്ടിയും കഷ്ണാണ് ഷെറി. ഇന്നെ പോലെ ഒന്നും മിണ്ടാതെ നിൽക്കൂല. ഇവള് കുടുംബം കലക്കാനായി കയറി വന്നതാണോ അതോ എൻ്റെ ജീവിതം തകർക്കാനായി നടക്കണോ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോണേന് ഇവൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആ ഉണ്ടാക്കിയേക്കല്. ബിലുവാ ഈ ഇങ്ങോട്ട് കേറുണ്ടാ? അന്നം വെച്ച് കൊറേ നേരമായിട്ടോ വിളിക്കണേ. അവിടെ നിൽക്കും അച്ഛനാ, കുറച്ചും കൂടിയും കളിക്കട്ടെ. അന്നോട് ഇങ്ങോട്ട് കേറാനല്ലേ മോനെ പറഞ്ഞത്. ഇനി വെച്ച് വാടി എടുക്കൂട്ടോ. ഇത് വരഞ്ഞ് ഈ മച്ചി ഒന്നിനും സമ്മതിക്കൂല. ഇത് കേറടം കണ്ട് മതി. മഴ ചാറിനിട്ട് ഇങ്ങോട്ട് കേറ്. വെറുതെ അമ്മച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞത്. എന്തപ്പമ്മ പറഞ്ഞത്? ഉമ്മച്ചിനെ കുറിച്ചിട്ട് നല്ലതാ പറഞ്ഞത്? ഉമ്മച്ചി രാക്ഷസിയാണ്. ഞാനല്ല രാക്ഷസി, എൻ്റെ ഉപ്പമ്മയാണ്. എൻ്റെ കുട്ടീനെ വഷളാക്കുന്നത് വരെ ചെക്കൻ്റെ ഉമ്മമ്മയാണ്. ഞാൻ പോയില്ലപ്പോ തന്നെ എപ്പോഴാ വരണേ ഇങ്ങോട്ട് മെസ്സേജിലുണ്ടല്ലോ. മെസ്സേജ് ഇട്ടോട് കളിക്കട്ടെ. ഈ വൈക്കലൊന്ന് ചരലൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വള്ളം കെട്ടി നിൽക്കൽ അങ്ങോട്ട് തീരുമായിരുന്നു. എന്താ ഇപ്പം ഇങ്ങനെ വള്ളം കെട്ടി നിൽക്കണ ചേട്ടാ? കൊതുവിനൊരു ശല്യത്തിനൊരു കുറവുമില്ല. എന്തിനാ കുഞ്ഞോളെ ഈ ചെക്കൻ്റെ നേരക്ക് ഇങ്ങനെ ചാടി കളിക്കണ്? ഈ ഇപ്പോഴും കൂളി ഞാനൊന്നും കഴിച്ചിട്ടില്ലേ? അല്ല നിങ്ങളിത് എവിടുന്ന വരുന്നത്? ഞാനും ആസിയാത്തിയും കൂടി ആ റുക്കിയാത്താനെ കാണാൻ പോയതേന്ന്. അതിന് തീരെ വെച്ച. എന്നിട്ട് ആസിതാത്തോടെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് ആസിയാത്താനെ ആ മേലെടുത്ത് കദീസ് വിളിക്കണത് ചക്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓൾ അതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണ്. വെച്ച അത് വെച്ച നടന്നിട്ടേ കൊയഞ്ഞു മനുഷ്യ പറയുമ്പോ ആ കയറ്റും കയറണല്ല. റുക്കിയാത്താക്ക് തീരെ വെച്ചടി. ഉമ്മാന്റെ കുട്ടി ഒന്ന് പോയി കണ്ടാണ്ടി. തീരെ വെച്ച ഇവിടുന്ന് ആ പോയ ചേലും കോലും ഒന്നും ഇല്ല. എന്ത് തടി ഉണ്ടായിന്ന് അറിയാം. ഇപ്പൊ ഉള്ള തടി ഇല്ല, ഒന്നുമില്ല. മെലിഞ്ഞിട്ടൊരു സാധനം. ഇപ്പഴുള്ളൂ മനുഷ്യന്മാരെ കാര്യം. ഒരു പനിയല്ലേ പനി ഏതോന് വന്നത്. എങ്ങനെ നടന്നിരുന്ന മനുഷ്യത്തിയാണ്. ഞാൻ പോയി കണ്ടോണ്ട്. ബിലു ഉമ്മച്ചി വന്നിട്ടേ കാലൊരുത്തി തരട്ടാ. ഇനി കുളിച്ചിങ്ങോട്ട് ഇറങ്ങല്ലേ. ഉമ്മച്ചി വരാം, ഇപ്പൊ വരാം. ഇമ്മ ഷെരീഫത്താത്തന്നേ എങ്ങോട്ടോ പോണ്ട്. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഈ പോക്കുണ്ടല്ല അത്ര നല്ലതല്ലട്ടാ. ഇത്താ നിങ്ങൾ കുളിക്കാൻ കേറിക്കോളി. ഞാനിത് ഈ ബാക്ക് ഭാഗം ഒന്ന് അടിച്ചിട്ട് വരാം. ഇവിടെ കുറെ ദിവസമായില്ല അടിച്ചിട്ട്. നിങ്ങൾ കേറിക്കോളി. നിങ്ങൾ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചോണ്ട്. ഈ പോരൊന്ന് പൊലിച്ച് നേരാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഓനോട് പറഞ്ഞപ്പോളേ ഓൻ എന്തൊക്കെയാ പറഞ്ഞത്? ഓൻക്ക് അവിടെ കട ഉണ്ട്, ഓൻക്ക് ഇവിടെ കട ഉണ്ട്, പോയ കട എപ്പോഴും തീരാണ്ട്. ഓൻ്റെ അടുത്ത് ഒരു റുപ്യല്ല, ഇപ്പോഴും കടം വീട്ടാനാണ്. വരുമ്പോ കൊടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയത് കടം വാങ്ങിയിട്ടാണ്. എന്തൊക്കെയാ ഓൻ പറഞ്ഞത്? ഇനി പറയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഓന്? പിന്നെന്തൊക്കെയാ ഓൻ പറഞ്ഞത്? ഓളെ പണ്ടം കുറെ വെച്ചിട്ടുണ്ട്, അതിന്റെ കടം വീട്ടാണ്ട്, 2 വള വീട്ടിയെടുക്കാണ്ട്. ഇനിയൊന്നും പറയാത്തതില്ല. ഇപ്പൊ ഓളിങ്ങോട്ട് വിലസാന് ഓനക്ക് ഒരു കടുമില്ല. എന്താ ഇന്റെ കുട്ടീന്റെ അടവ് എന്നറിയാം. ഇക്കത് അറിയാഞ്ഞിട്ടൊന്നല്ല, ഓളം മൂട്ടുകുത്തലാണെന്ന് അറിയാഞ്ഞിട്ടൊന്നല്ല. ഇപ്പേ ശരിവിതാത്ത പറഞ്ഞ എല്ലാ സ്ഥലത്തൊക്കെ നമ്മളെ കാക്ക കൊണ്ടോണ്ട്. ഇനിയും കുഞ്ഞോളാണല്ലോ.
എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും ഷെരീഫ് താത്താനെ കൊണ്ടുകൊണ്ട് ഇതുവരെ നമ്മളെ രണ്ടാളെയും കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കണ കാക്ക? ഇല്ലല്ല. ഇതൊക്കെ ഇല്ലമ്മ നമ്മളെ ഷെരീഫ് താത്താന്റെ തിരുപ്പാണ്. അല്ലാതെ ധാര തിരുപ്പാ ഞങ്ങൾ കരുതിയിരിക്കണത്. നമ്മളെ ഷെരീഫ് താത്താന്റെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷമാണ് കാക്കാന്റെ സ്വഭാവേ ഇത്ര വെടക്കായത്. അല്ലെ പണ്ടത്തെ കാക്ക എങ്ങനെയെന്ന് അല്ലല്ല. ഇമ്മി ഞാനും പറഞ്ഞതിന്റെ ഒരു വരെ അങ്ങോട്ട് നിൽക്കൂലായിരുന്നു. ഇപ്പൊ നമ്മളെ രണ്ടാളെയും കണ്ണിന്റെ വരെ കണ്ടുകൂടാ. ഓ, കാക്കും താത്തിന്ന് പോണേനെ പറ്റിയിട്ടാണ് പറയലല്ലേ. ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ലേ? ആ ഒരു ഷെരീഫാത്താനെ നല്ലപോലെ ജീവിക്കാൻ സമ്മതിക്കൂല തോന്നുന്നു. അങ്ങനെ വിട്ടാൻ പറ്റൂല. നമ്മളെ കാക്കണ്ടല്ല ഒരു പച്ച പാവാണ്. ഇതൊക്കെ ആ ഷെരീഫാത്താന്റെ ഒരേ ഒരു കുത്തിത്തിരിപ്പാണ്. ഇമ്മൊന്നേ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ ഇമ്മാക്ക് നന്ന്. അല്ലെങ്കിൽ ഇമ്മാന്റെ മോനെ ഇമ്മാനെ കൈവിട്ടു പോവും. ഈ പോക്ക് പോവാന്നുണ്ടെങ്കിലുണ്ടല്ല അന്റെ കാക്കാന്റെ പെണ്ണായിട്ടേ ഓളി പെരയിൽ അധിക കാലം വായലുണ്ടാവില്ല. എന്താപ്പത് കുറച്ചൊന്നും പൈസയാണ് പോവാൻ വന്നിട്ട് മുടിഞ്ഞിക്കണത്. ഈ വന്ന അന്ന് മുതൽക്കേ ഈ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക. ഇത് ഒരു പഠിപ്പയക്കണം ഓളും ഓനും കൂടി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഓളാ വെൽസലേ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ മാതിരിക്ക് ഒന്നും മുണ്ടാഞ്ഞിട്ടാണ്. ഇന്റെ മോളെ, ഇമ്മാക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നീക്കാൻ വെച്ച. ഇമ്മാന്റെ ഊരന്റെ വേദനയ്ക്ക് ഒരു കുറവും ഇല്ലട്ടാ. ഇൻ്റാളെ കെട്ടിച്ചോടത്തേക്ക് പോകുമ്പോത്തിനെ ആ കസാസ്പത്രിയിലൊന്ന് പോണം നമുക്ക് രണ്ടാക്കും കൂടി. ഓ എന്റെ പൊന്നോ, എന്തൊരു വേദനയാണ് ഊരക്ക്. അതൊക്കെ നമുക്ക് പോവാം കശാശുപത്രിയിൽ. കാലോണ്ട് നടക്കാൻ വെച്ച, ഊരോണ്ട് നടക്കാൻ വെച്ച. എന്താ ഇപ്പൊ പറയാ, മേലാസകലം മൊത്തം വേദനയാണ്. ഇന്റെ ദണ്ണും കേടും വരുത്തും ആരോട് പറയാനാണ്? ആര് പറഞ്ഞിട്ടും കേൾക്കൂല. എന്ത് ചെയ്യാനാ? ഇവിടെ വിലസാനല്ല നേരമുള്ളൂ. അതിന് പൈസ ചെലവാക്കാൻ എല്ലാവർക്കും വയ്ക്കും. എന്നാ ഇന്റെ കയ്യിന്റെയും കാലിന്റെയും വേദന മാറ്റാനേ ഒരു മനുഷ്യനക്ക് വെച്ച. മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്റെ ആള് പോയിട്ടേ ഞാൻ കുളിക്കാൻ നോക്കൂട്. കുളിച്ചിട്ട് വേണം വല്ലതും തിന്നാന്. മറ്റേ പള്ള കത്തി കാണുന്നേ. ഏറ്റ് സംഭവം. ഓളൊന്ന് ഇന്ന് പോണത് കാണണം. എന്താ ഓളെ വർത്താനം? ജിമ്മാനോട് പറഞ്ഞാണ്ടേ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോന്ന്. ഇനി ഒന്ന് കാണണല്ലോ ഓള് ഇവിടുന്ന് പോണത്. ഡി കുഞ്ഞോളെ, താത്താന്റെ കുട്ടി ഒന്നാ അവിടെ നിന്നേ. ഞാൻ ഒരു കാര്യം പറയാനാണ്. എന്തത്ര വലിയ കാര്യം? ഞാൻ പോയി കുളിക്കട്ടെ. ബിലുണ്ട് കുളിമുറി കയറിയിട്ട്. ഷടാ, ഇജിങ്ങനെ ചൂടായാലാ? ഒന്നല്ലെങ്കിൽ എൻ്റെ കാക്കാന്റെ പെണ്ണുങ്ങളല്ലേ ഞാന്, എൻ്റെ പുന്നാര നാത്തൂനല്ലേ. ഇജി ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഒന്നിവിടെ വാന്നേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതൊന്നും ഇല്ലടി. ജിമ്മാനോടെ പറഞ്ഞ് ഞാൻ കേട്ട് എനിക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ. എൻ്റെ കെട്ടിയോനെ എവിടേക്കും ടൂർ കൊണ്ടുപോക്കില്ല. ഇത്ര കാലായിട്ട് എൻ്റെ മാപ്പിള എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഇക്കെന്ത് സങ്കടം? ശരി, ഓരോന്നും പറയാൻ നിൽക്കല്ലട്ടാ. ഇന്നെൻ്റെ മാപ്പിളെ എല്ലായിടത്തേക്കും കൊണ്ടുപോയിക്കണ്. ഞാൻ കാണാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞപ്പോഴേ എപ്പോഴും എന്നെ എവിടേക്കും കൊണ്ടുപോകാന്ന്. പിന്നെ അതല്ലേനു ഇപ്പൊ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലേ എപ്പോഴും ഞങ്ങൾ ടൂർ തന്നെയാണ്. ഇക്ക് ഷെരീഫാത്തൊന്നും പോണേന് അസൂയൊന്നും ഇല്ല. ശരിക്കും ഓരോന്ന് തോന്നി ഓരോന്നും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതാണ് ഇജു എൻ്റെ മാപ്പിള എല്ലായിടത്തേക്കും ടൂറ് പോകും. എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിക്കണ്. എടി അതേപോലെ ആഗ്രഹം ഉണ്ടാവില്ല ഷെരീഫാത്താക്കും പോവാന്. ഷെരീഫാത്താൻ്റെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഷെരീഫാത്താൻ്റെ കാക്ക ഗൾഫ് പോയത്. എന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലടി നല്ലപോലെ ജീവിക്കണമെന്നും പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്നും പുറത്തു പോയി സന്തോഷത്തോടെ കുറച്ചു നേരം സംസാരിക്കണം എന്നൊക്കെ. എപ്പോഴും ഈ റൂമിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോഴേ അതും ചടക്കൂലേ. ഈ 4 കൊല്ലം ഷെരീഫാത്ത് ഈ പെരന്റെ ഉള്ളിൽ തന്നെ, 4 കൊല്ലം ഇക്ക് അവിടെ അന്യ നാട്ടിൽ പോയി നയിക്കന്നല്ലേ. നയിക്കുക, അങ്ങോട്ട് പൈസ അയക്കുക. വേറെ ഒരു സന്തോഷം അവർക്കിടയിൽ ഇല്ലല്ല. അതിൻ്റെ അടുത്ത് ഇജ്ജ് എന്തിനാടി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം ഉമ്മാനെ കൊണ്ട്? മോളെ,
ഇജ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫുള്ള് ഞാൻ കേട്ടടി. ഇജ്മാനോട് പറഞ്ഞു കൊടുത്തൊക്കെ ഫുള്ള് ഞാൻ കേട്ട്. ഞാനുണ്ടല്ല ഇത് ഷെരീഫാത്താനോട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കൊന്നുമില്ല. കാരണം അതിന്റെ മനസ്സെന്തിനാ വിഷമിപ്പിക്കണത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇക്കാനോട് പറയും നമ്മൾ ഉടുക്കും പോണ്ട ഇവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കാന്ന് പറയും. അത് അങ്ങനെ ഒരു അയ്യോ പാവാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഷെറിയെ, ഇപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ വിശ്വസിക്കൂല. ഇന്ന് രാവിലെ കഴിഞ്ഞതൊന്നും ഇച്ച് മറന്നിട്ടില്ല. എന്നിട്ട് എന്തായി, എന്തോ വലിയ ഭൂകമ്പം ഇവിടെ ഉണ്ടാക്കാനാന്നനങ്ങാണ്ടേ എന്തേ ഇന്ന്. എന്നിട്ടേ മോള് വിചാരിച്ച മാതിരിക്കേ എന്തെങ്കിലും ഈ പെരൻ്റെ ഉള്ളിൽ നടന്ന. അതുകൊണ്ടേ കൂടുതലൊന്ന് ഷെറിയേ ഈ പെരൻ്റെ ഉള്ളിൽ വിളച്ചിലെടുക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറമല്ലാതെ എൻ്റെ അമ്മ അവിടെ നിൽക്കൂല. പക്ഷെ ഇല്ലേ മോളെ, ഞാൻ എന്നോട് വേറൊരു കാര്യം പറയട്ടെ. ഇജ് ഷെരീഫാത്താൻ്റെ അലമാറ തപ്പിയത് അതാണ്ട് പറഞ്ഞു കൊടുക്കും ഞാൻ. അത് ഷെരീഫാത്താനോടല്ല പറയാ, എൻ്റെ കാക്കാനോട് പറയും. ആ സ്പോട്ടിൽ തന്നെ പെട്ടിയും കിടക്കി എടുത്തുങ്ങാണ്ട് ഒരൊറ്റ പറഞ്ഞേക്കലാവും എൻ്റെ കെട്ടിച്ചു കൊടുത്തത്. പിന്നെ ജന്മതി ഈ പെരയ്ക്ക് കയറൂല. ഇതേ ഷെരീഫാത്താനെ പോലെ ഇന്നെ കണ്ടുകൊണ്ടുണ്ടല്ലോ കുടുംബത്തിൽ വല്ല വിള്ളലും ഏൽപ്പിക്കാനാണ് ഇച്ചി തീരുമാനം എന്നുണ്ടെങ്കിൽ അതിനാണ് ഇച്ചി പെട്ടിയും കിടക്കി എടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിക്കണെന്നുണ്ടെങ്കിൽ പൊന്നു മോളെ ഇജ് ഇന്നെ സ്ഥലം വിട്ടട്ടാ. ഞാൻ വള്ളി പുള്ളി തെറ്റാതെ ഇജ് ഇവിടെ കാട്ടുന്നത് ഇതൊക്കെ ഉണ്ടല്ല, ഞാനേ കാക്കാനോടാണ്ട് പറഞ്ഞു കൊടുക്കും. ഇക്കിൻ്റെ മൂത്തച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മട്ടം കാര്യങ്ങൾ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല, മനസ്സിലായ. അതിൻ്റെ പുറമെ എൻ്റെ ഷാഫി കാക്കാനോടും പറഞ്ഞു കൊടുക്കും. ഷാഫി കാക്കാൻ എനിക്കറിയാലോ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മോന്തൊക്കെ ഒരൊറ്റ അടിയാവും. അതുകൊണ്ടുണ്ടല്ല എൻ്റെ മോളെ കുറച്ച് ഒരു പൊടിക്ക് ഒതുങ്ങണത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തടി നന്നാക്കാനാന്നുണ്ടെങ്ങാണ്ടേ എൻ്റെ ഉമ്മ എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിക്കണല്ലോ. ശരിയാണ്, എൻ്റെ തടി നന്നാവും. അതെ, ലേഖം തിന്നിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ അല്ല, നല്ല അടി കിട്ടിയിട്ട് തന്നെ എൻ്റെ തടി നന്നാവും. എൻ്റെ ഈ കണ്ണു മുറിയും നല്ല അങ്ങോട്ട് വീക്കി വിടും. ഇത് ഞാൻ പറഞ്ഞുതരാം. താത്തിയും കാക്കിന്ന് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഒരു വള്ളിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്റെ കൈ കൊണ്ട് എനിക്ക് അടിയിട്ടു പിന്നെ നാത്തുവിനെ തല്ലി എന്നുള്ള പേര് അത് കേൾക്കാൻ വെച്ചാത്തോണ്ടാണ് കുറെയൊക്കെ ഞാൻ ക്ഷമിച്ച് നിൽക്കണേ. അല്ലെങ്കിൽ എന്നോ തന്നെ ഞാൻ അരപിരി മുക്കാല് ലൂസും അതിൻ്റെ എല്ലും കുടലും ഒക്കെ പാടെടുത്തുകൊണ്ട് ഞാനുണ്ടല്ലേ കഷായം വെച്ച് കുടിച്ചീന്ന്. ഓള കളി ഇന്നോടാ. പെണ്ണിങ്ങി കാക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുവോ? ഓളെ വിശ്വസിക്കാനും പറ്റൂല. പക്ഷെ മനുഷ്യൻ്റെ ഉള്ള മൂടും പോയി. അതിന് താത്താൻ്റെ അൽമാറ തപ്പിക്കണെന്നുള്ളതിന് എന്താ തെളിവൊന്നും ഇല്ല. അവള് ഷാഫിക്കാക്കാനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പ്ലേറ്റ് മാറ്റാം. ഓൾ ഇന്നോടാ കളിക്കണത്. ഓളല്ല, ഓളെക്കാട്ടിയും വലിയ ആൾക്കാർ ഇവിടെ വന്നങ്ങാണ്ട് ഇന്നെ നേരാക്കാൻ നോക്കിയാൽ നേരാവൂല. എന്നിട്ടപ്പോൾ ഓള് അങ്ങനെ ഇപ്പോൾ ഷെരീഫാത്തെ സുഖിച്ച് ടൂറ് പോകണ്ട, ഈ ടൂറ് പോക്കെ ഞാൻ മുടക്കും.